ഹായ് എവരിവൺ, വെൽക്കം ടു ബിനു സിന്ധിരണി ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 25 സെന്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സിറ്റുവേഷൻ ഒന്നല്ല നോക്കുന്നത് കേട്ടോ. കുറെ പുതിയ വേർഡ്സുകളും അതിന്റെ സെന്റൻസുകളും പഠിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ പറയാണ് പതുക്കെ പറ, പതുക്കെ പറയൂ എന്ന് പറയത്തില്ല. അവിടെ പതുക്കെ എന്ന് പറയാനായിട്ട് ധീരെ എന്നാ പറയാ. ധീരെ, ഓക്കെ. ധീരെ ബോലോ, ധീരെ ബോലോ എന്ന് പറഞ്ഞാൽ പതുക്കെ പറയൂ. അതുപോലെ ധീരെ ചലോ എന്താ പറയുന്നേ? പതുക്കെ നടക്ക്, ധീരെ ചലോ എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ പതുക്കെ ചെയ്യേ എന്ന് പറയുമ്പോ ധീരെ കരോ. ഇവിടേക്ക് എന്താണ്? ബോലോ, ചലോ, കരോ എന്നൊക്കെ പറയുമ്പോ വെർബിന്റെ ഓ സൗണ്ട് ആണ്. ഏതാ വെർബ്? ബോൽന അല്ലെ. ബോൽന എന്ന് പറഞ്ഞ പറയുക. അപ്പൊ ബോലോ, ഓ സൗണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ പറയൂ എന്ന് പറയുന്ന. അതുപോലെ തന്നെ ചലോ, ചല്ല എന്ന് പറഞ്ഞ വെർബിന്റെ ഓ സൗണ്ട്, ചലോ എന്ന് പറഞ്ഞാൽ നടക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറയുന്നത് കർണ. ഓക്കെ, അപ്പൊ ചെയ്യൂ എന്ന് പറയുന്നതോ കരോ, അതിന്റെ ഓ സൗണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനിയിപ്പോ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ, ധീര എന്ന് പറഞ്ഞ പതുക്കെ. ഇനിയിപ്പോ നമ്മൾ പറയില്ലേ വേഗം ചെയ്യേ, വേഗം നടക്ക്, അല്ലെങ്കിൽ വേഗം പറയേ എന്ന് പറയത്തില്ലേ? അവിടെ നമ്മൾ വേഗം എന്ന് പറയാനായിട്ട് എല്ലാവർക്കും അറിയാം അല്ലെ. ജൽദി, ജൽദി കരോ എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗം ചെയ്യേ. ജൽദി ബോലോ, വേഗം പറയൂ. ജൽദി ചലോ, വേഗം നടക്ക് എന്ന് പറയുന്നതാ. ഇനി ഈ സെന്റൻസിൽ നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ ഉറക്കെ പറയൂ എന്ന് പറയാം അല്ലെ. ഉറക്കെ പറയൂ എന്ന് പറയുന്നതിന് ജോർസെ ബോലോ എന്നാ പറയാ. ജോർസെ ബോലോ എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയൂ, കേൾക്കണില്ല, ജോർസെ ബോലോ. അതുപോലെ തന്നെ അവിടെ ഉറക്കെ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാതെ ഈ സെയിം വേർഡ് തന്നെ ശക്തിയായി എന്ന് പറയാനുണ്ട്. ഞാൻ പല രീതിയിൽ പറയുന്നതാണ്, പല രീതിയിലും ഒരു വേർഡിനെ യൂസ് ചെയ്യും. അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ നന്നായിട്ട് തള്ളു അല്ലെങ്കിൽ നന്നായിട്ട് വലിക്ക് എന്നൊക്കെ പറയത്തില്ലേ? അവിടെ ശക്തിയായി എന്നുള്ള അർത്ഥത്തിലല്ല വരുന്നത്. അവിടെ പറയുന്നതും ജോർസെ എന്നാണ്. ജോർസെ കീച്ചോ, ജോർസെ കീച്ചോ എന്ന് പറഞ്ഞാൽ ശക്തിയായി വലിക്കൂ എന്ന് പറയുക. കീച്ചന എന്നാണ് വലിക്കുക എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, അപ്പൊ കീച്ചോ എന്ന് പറഞ്ഞ എന്താ? വലിക്കൂ എന്ന് പറയുന്ന. ജോർസെ കീച്ചോ, ശക്തിയായി വലിക്കൂ. അവിടെയാണ് ജോർസെ എന്നുള്ള വേർഡ് വരുന്നത്. ഓക്കെ, ഇനി ഒരു സെന്റൻസ്. നമ്മളിപ്പോ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോ പറയല്ലേ, നീ പറഞ്ഞത് ശരിയാണ്, അബ്സല്യൂട്ട്ലി റൈറ്റ് എന്ന് പറയത്തില്ലോ. നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ്, അല്ലെങ്കിൽ വേർഡ് ആണ് ബിൽക്കുൽ സഹി. ബിൽക്കുൽ സഹിയെ എന്ന് പറഞ്ഞ എന്താ? കറക്റ്റ് ആണ് പറഞ്ഞത് എന്ന് പറയുന്ന. അവിടെ ബിൽക്കുൽ എന്നുള്ള ഒരു വേർഡ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെന്റൻസ് പറയുന്നത്. ബിൽക്കുൽ സഹിയെ. ഇവിടെ സഹി എന്നുള്ള വേർഡിന് അർത്ഥം ശരി എന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗലത്ത്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോ പറയൂലേ ഇത് ശരിയാണ്, സഹിയെ. എന്തെങ്കിലും ഇപ്പൊ എഴുതിയിട്ടായാലും എന്തുമായാലും ശരി എന്ന് പറയാനായിട്ട് സഹി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സഹിയെ. ഇനി തെറ്റാണെങ്കിൽ ഗലത്തെ. ഏത് രീതിയിലും പറയാം അല്ലെ. ഇപ്പൊ നമ്മളൊരു കാര്യം എഴുതുകയാണെങ്കിലും തെറ്റാന്ന് പറയാം, അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറയാം അല്ലെ. ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ എല്ലാ രീതിയിലും തെറ്റ് എന്ന് പറയുന്നതിന് ഗലത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു അല്ലെ, ബിൽക്കുൽ സഹിഹെ എന്താണ്? കറക്റ്റ് ആണ്, അബ്സല്യൂട്ട്ലി റൈറ്റ് എന്ന് പറഞ്ഞു. ഈ ഒരു ബിൽക്കുൽ എന്നുള്ള വേർഡിന് തീർച്ചയായും എന്നാണ് കറക്റ്റ് വേർഡ്. അപ്പൊ തീർച്ചയായും ശരിയാണ് എന്നാണ് നമ്മളവിടെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബിൽക്കുൽ, തീർച്ചയായും. നീ നാളെ തീർച്ചയായും വരണം എന്ന് പറയുമ്പോ തുമേകൽ ബിൽക്കുൽ ആനാഹെ. ബിൽക്കുൽ ആനാഹെ എന്താണ്? തീർച്ചയായും അല്ലെങ്കിൽ ഉറപ്പായും വരണം എന്ന് പറയുന്നതാ. അതാണ് ഈ ബിൽക്കുൽ എന്നുള്ള വേർഡ് കേട്ടോ. ഇനി ഇവിടെ ഉറപ്പായും എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ് പക്ക. പക്ക. ഇപ്പൊ നമ്മൾ പറയണേ ഐ എം നോട്ട് ഷുവർ എന്ന് പറയും അല്ലെ. എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നതിനും ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡാണ് പക്ക കേട്ടോ. ഇപ്പൊ പറയാണ് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ക നഹി ബോൾ സക്ത അല്ലെങ്കിൽ ബോൾ സക്തി. പക്ക നഹി ബോൾ സക്തി, ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതാ. അതാണ് അവിടെ ഉറപ്പ് എന്നുള്ള വാക്ക്, പക്ക. നീ നാളെ ഉറപ്പായും വരണം. നമ്മൾ നേരത്തെ തീർച്ചയായും വരണം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഉറപ്പായും വരണം. കൽത്തുമേ പക്കാനാഹെ, പക്കാനാഹെ. അതല്ലെങ്കിൽ നമ്മൾ പറയണ കേട്ടെ ഹിന്ദിക്കാരൊക്കെ എന്തേലും പറയുമ്പോ കേട്ടില്ലേ, പക്ക, പക്ക, ഉറപ്പായിട്ടും എന്ന് പറയുന്നതാ. അതാണ് പക്ക എന്നുള്ള വാക്ക് കേട്ടോ. ഇനി ഈ പക്ക എന്നുള്ള വേർഡിന് മറ്റൊരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മാംഗോ ഒക്കെ നമ്മള് പഴുത്ത മാങ്ങ, പച്ച മാങ്ങ എന്നൊക്കെ പറയത്തില്ല. ഇവിടെയും പക്ക എന്ന് പറയുന്നതിന് പഴുത്തതിനെയും അതുപോലെ കച്ച എന്ന് പറയുന്നതിന് പച്ചേനെയാണ് കേട്ടോ. കച്ച എല്ലാവർക്കും അറിയാം അല്ലെ, കച്ച മാംഗോ എന്ന് പറയുന്നേക്കാം അല്ലെ. അവിടെ കച്ച എന്നുള്ളത് എന്താണ്? പച്ച എന്നുള്ള അർത്ഥത്തിലാണ്, പഴുക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്.
പക്ഷെ പക്ക എന്ന് പറഞ്ഞ എന്താണ്? ഏ പക്കാ ഹെ, ഏ പക്കാ ഹെ, പക്ക ആം എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ എന്നുള്ള അർത്ഥത്തിലാ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു വേർഡ് തന്നെ പല രീതിയിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കാം. പുതിയ ആളുകൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഒരർത്ഥം മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ലെ. ഏതൊക്കെ രീതിയിലാണ് ഈ ചെറിയ കുട്ടി കുട്ടി വേർഡുകൾ, എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡുകൾ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കാം. ഓക്കെ, ഇനി അതുപോലെ ഏകദേശം ഒരു സിമിലാരിറ്റിയുള്ള വേർഡാണ് പക്കാന എന്നുള്ളത് കേട്ടോ. അതുകൂടി ഒന്ന് കൺഫ്യൂഷൻ മാറ്റിയേക്കാം. പക്കാന എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം വേവിക്കുക എന്ന് പറയില്ലേ, ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയാം. പക്ഷെ ആ വേവിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഈ പക്കാന എന്ന് പറയുന്നത്. ഖാന പക്കാന ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയുന്നത് തന്നെയാണ്. ഖാന ബനാന ഹേ എന്നും പറയാം, ഖാന പക്കാന ഹേ എന്നും പറയാം. അവിടെ ആ വേവിക്കുന്ന പ്രോസസ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ഈ ഒരു പക്ക, പിന്നെ ബാക്കി നമുക്ക് അറിയാൻ പറ്റില്ല. സത്യത്തിൽ അത് പക്കാന എന്നുള്ള വേർഡാണ്. ഈ പക്കയായിട്ടൊരു കണക്ഷനും ഇല്ല. എന്നാലും കൺഫ്യൂഷൻ തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതുകൂടി പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഭറോസ എന്ന് പറയുന്നത്. ഭറോസ എന്ന് പറയുന്നത് വിശ്വാസത്തിനെയാ കേട്ടോ. ഇപ്പൊ വിശ്വാസം ഹിന്ദിയിൽ പറയാം. പക്ഷെ ഭറോസ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? വിശ്വാസം, അല്ലെങ്കിൽ യക്കീൻ എന്ന് പറയുന്നേക്കാം. യക്കീൻ എന്ന് പറഞ്ഞാലും വിശ്വാസം തന്നെയാണ് കേട്ടോ. കുറെ പര്യായ പദങ്ങളൊക്കെ കാണും. പക്ഷെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പൊ പറയാണ്, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. മുജെ തും പർ ഭറോസ ഹെ, മുജെ തും പർ ഭറോസ ഹെ. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന അതല്ലേ നമ്മൾ പറയാം അല്ലെ. സ്വയം വിശ്വസിക്കുകയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിശ്വാസം അർപ്പിക്കുന്നൊക്കെ പറയത്തില്ലയോ. ഖുദ് പർ ഭറോസ രഖോ. എന്താ പറഞ്ഞേ? ഖുദ് പർ. അവിടെ ഖുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം എന്നുള്ള അർത്ഥത്തിലാ. സ്വയം വിശ്വസിക്കൂ എന്ന് പറയുന്ന, നമുക്ക് മറ്റൊരാളോട് പറയണമെങ്കിൽ പറയാട്ടോ, ഖുദ് പർ ഭറോസ രഖോ, നീ നിന്നിൽ വിശ്വസിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ഖുദ് എന്നുള്ള വേർഡിന് സ്വയം എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഭറോസ. ഇനി അതുപോലെ തന്നെ മറ്റൊരു വേർഡാണ് വക്ത്. വക്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രയോഗിക്കുന്നതേക്കാം. വേറെ ഒന്നുമല്ല, ടൈം, അത്രേ ഉള്ളൂ. ഇപ്പൊ പറയില്ലേ, നീ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നീ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തെ സൂചിപ്പിക്കുക അല്ലെ. വരുന്ന സമയത്ത്, ആത്തേ വക്ത്. ആത്തേ വക്ത് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത് പഠിക്കണം കേട്ടോ ഈ ഒരു വേർഡ് കേട്ടോ. ആത്തേ വക്ത്, തും ആത്തേ വക്ത് മുझे बुलाना है. നീ വരുന്ന സമയത്ത് എന്നെ വിളിക്കണം. ഇവിടെ നമുക്ക് ഈ വക്തിന് പകരം സമയം എന്ന് യൂസ് ചെയ്യാം. പക്ഷെ വക്ത് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് തുമാത്തേ സമയ് എന്ന് പറയുന്നേക്കാളും തുമാത്തേ വക്ത് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, തുമാത്തേ വക്ത് മുझे बुलाना है, നീ വരുന്ന സമയത്ത് എന്നെ വിളിക്കണം എന്ന് പറയുന്ന. അപ്പൊ അതാണ് ഈ വക്ത് എന്ന് പറയുന്നത്. ഇപ്പൊ പറയാണ്, പറയേണ്ട സമയമായിട്ടില്ല. പറയേണ്ട സമയമായിട്ടില്ല. എങ്ങനെയാ പറയണ്ടേ? പറയേണ്ട, ബോൽനേക്ക വക്ത്, സമയം. ഓക്കെ, ബോൽനേക്ക വക്ത് നെഹി ഹുവാ. ബോൽനേക്ക വക്ത് നെഹി ഹുവാ, പറയേണ്ട സമയം ആയിട്ടില്ല. ബോൽനേക്ക വക്ത് നെഹി ഹുവാ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണല്ലേ ചിലപ്പോ. ചിലപ്പോ കിട്ടും, ചിലപ്പോ വരും എന്നൊക്കെ പറയത്തില്ല. മേ ബി എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ പറയുന്നത് ഷായിദ് എന്നാണ്. ഷായിദ്. ഓക്കെ, ഇപ്പൊ നാളെ ചിലപ്പോ അവൻ വരും. കൽ ഷായിദ് വോ ആയേക. കൽ ഷായദ് വോ ആയേക, അല്ലെങ്കിൽ ഷായദ് വോ കൽ ആയേക. ചിലപ്പോൾ അവൻ നാളെ വരും എന്ന് പറയുന്നതാ. ഷായദ് വോ കൽ ആയേക. അതുപോലെ മറ്റൊരു സെന്റൻസ്, അത് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇവിടെ ഇല്ല, അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു സാധ്യത പറയാ അല്ലെ. അപ്പൊ എങ്ങനെയാണ്? ഷായദ് വഹാം മിലേഗ. ഷായദ് വഹാം മിലേഗ. യഹാൻ നെയ്യേ ഷായദ് വഹാം മിലേഗ. ഇവിടെ ഇല്ല, ചിലപ്പോ അവിടെ കിട്ടും എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഈ സാധ്യത പറയുന്നതാണ്. മേ ബി എന്ന് പറയാനായിട്ടാണ് ഷായദ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് ആണ്. ഇവിടെ വരൂ എന്ന് എങ്ങനെയാ പറയാ? ഇവിടെ വരൂ, യഹാം അല്ലെങ്കിൽ ഇതർ ആവോ എന്ന് പറയാം അല്ലെ. ഇതർ ആവോ അല്ലെങ്കിൽ യഹാ ആവോ. ഇനി എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറയാനാണെങ്കിലോ, അടുത്തേക്ക്, പാസ്മേ. മെരെ പാസ് ആവോ. ഇവിടെ പാസ്മേ എന്ന് പറയാം, അല്ലെങ്കിൽ പാസ് എന്ന് പറയാം കേട്ടോ. മെരെ പാസ് ആവോ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരൂ എന്നുള്ളതാ. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മളെ കാണാൻ പുറത്ത് വെയിറ്റിങ് നമ്മൾ പറയും അല്ലെ, എന്റെ അടുത്തേക്ക് അയക്കൂ, എന്റെ അടുത്തേക്ക് അയക്കൂ എന്ന് പറയും. അവിടെ എന്റെ അടുത്തേക്ക്, മെരെ പാസ് ഭേജോ, മെരെ പാസ് ഭേജോ. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഭേജോ എന്നാ പറയുന്നത്. ഓക്കെ, ഭേജോ എന്ന് പറഞ്ഞാൽ അയക്കൂ എന്ന് പറയുന്നതാണ്. ഓ സൗണ്ട് കേട്ടോ, ഭേജിന എന്നുള്ള വേർഡിന്റെ ഓ സൗണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതാണ് ഭേജിനെയും ബേച്ചിനെയും. വേറെ ഒന്നുമല്ല, രണ്ടിന്റെ അർത്ഥം വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ കഴിഞ്ഞ മെമ്പേഴ്സ് ഓൺലിയിലാന്ന് തോന്നുന്നു, കഴിഞ്ഞ ഒരു 2 ക്ലാസ് മുന്നേ പറഞ്ഞതാണ് കേട്ടോ. ഭേജിന എന്ന് പറയുന്നത് അയക്കുക എന്ന് പറയാനും,
ബേച്ചിന എന്ന് പറയുന്നത് വിൽക്കുക എന്ന് പറയാനാണ്. ഓക്കെ, അപ്പൊ മെരബാസ് ഭേജോ എന്നാ പറയണ്ടേ, ബേച്ചോ എന്ന് പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയാണ് ഞാനത് അയച്ചിരുന്നല്ലോ. ഇപ്പൊ എന്തും ആയിക്കോട്ടെ, പാഴ്സലോ മെയിലോ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിനെയോ നമ്മൾ അയച്ചിരുന്നല്ലോ എന്ന് പറയാണ്. ഓ മേനെ ഭേജാതാ, ഓ മേനെ ഭേജാതാ എന്നാ പറയാ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ ഞാനത് വിറ്റു എന്ന് പറയുകയാണെങ്കിൽ, ഞാനത് വിറ്റു, വോമേനെ ബേച്ച് തീയ എന്നാ പറയാ. ബേച്ച് തീയ. ക്ലിയർ ആവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി പറയുന്ന രണ്ട് വാക്കുകളാണ് ഈ ഗുണവും ദോഷവും, അതുപോലെ തന്നെ ലാഭവും നഷ്ടവും നമ്മൾ പറയത്തില്ല. അപ്പൊ ഇതിനെങ്ങനെയാ പറയുന്നതെന്നാണ്. ഇപ്പൊ ഗുണം എന്ന് പറയുന്നത് ഫൈദ എന്നാണ് ഹിന്ദിയിൽ, ഫൈദ. അതുപോലെ തന്നെ ദോഷം എന്ന് പറയുന്നത് നുക്സാൻ എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഈ രണ്ട് വാക്കും ഇപ്പൊ ഗുണം എന്ന് പറയാനും, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലാഭമാണ്, എനിക്കിത് ലാഭമാണ് എന്ന് പറയുമ്പോഴും ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദോഷം, ലാഭത്തിന്റെ ഓപ്പോസിറ്റ് നഷ്ടം അല്ലെ, ഇതെനിക്ക് നഷ്ടമാണ് എന്ന് പറയുന്നിടത്തും ഈ നുക്സാൻ യൂസ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനിലും ഈ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഫൈദ അതുപോലെ നുക്സാൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുന്നതിന്റെ ഗുണവും ദോഷവും എന്ന് പറയാണ്. പപ്പായ കഴിക്കുന്നതിന്റെ ഗുണവും ദോഷവും എന്ന് പറയാനായിട്ട് പപ്പിത്ത കാനേക്ക ഫൈദ ഓർ നുക്സാൻ എന്താണ്? പപ്പിത്ത കാനേക്ക ഫൈദ ഓർ നുക്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പപ്പിത്ത എന്ന് പറയുന്നത് നമ്മുടെ പപ്പായനെയാണ് കേട്ടോ. പപ്പായ കഴിക്കുന്നതിന്റെ ഗുണവും ദോഷവും എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് ഈ ഗുണവും ദോഷവും എന്ന് പറയുന്നത്. ഇനിയിപ്പോ ലാഭവും നഷ്ടവും എന്ന് പറയാം അല്ലെ. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും, നമ്മളിപ്പോ ഒരു ഷോപ്പ് കീപ്പർ ആണെങ്കിൽ, ഇവൻ ഒരു കടയുടെ ഉടമസ്ഥനാണെങ്കിൽ കുറെ റേറ്റ് ബാർഗനിങ് ചെയ്യുമ്പോൾ നമ്മൾ പറയല്ലേ, ഈ റേറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ ഇതെനിക്ക് നഷ്ടമാകും, നുക്സാൻ ഹോഗ, മുझे നുക്സാൻ ഹോഗ, എനിക്ക് നഷ്ടമാകും എന്ന് പറയുന്ന, മുझे നുക്സാൻ ഹോഗ, എനിക്കിത് നഷ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഇതിൽ നിന്ന് ലാഭം എടുക്കണം അല്ലെ. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടണം അല്ലെ. എങ്ങനെയാണ്? മുझे इसमें से फायदा उठाना है, फायदा उठाना है, मुझे इसमें से ഫൈദ ഉട്ടാനാ ഹെ, എനിക്ക് ഇതിൽ നിന്നും ലാഭം എടുക്കണം എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോഴും, ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുമ്പോഴും പറയും നമ്മള് എനിക്ക് ഇതിൽ നിന്ന് ലാഭം എടുക്കണം അല്ലെ, ഫൈദ ഉട്ടാനാ ഹെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്ര മതി. ഒരുപാട് പുതിയ വേർഡുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്തത്. കുറെ വേർഡ്സുകൾ പല സിറ്റുവേഷനിൽ പല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരർത്ഥം മാത്രം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറ്റു രീതിയിൽ കേൾക്കുമ്പോൾ മനസ്സിലായി എന്ന് വരില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്ലാസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. കൂടാതെ തന്നെ നമ്മുടെ ഈ ചാനലിൽ പുതിയ ആളുകളാണ് പറയണേ, മെമ്പേഴ്സ് ഓൺലി ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ അതില് പ്രാക്ടീസ് ക്ലാസ്സുകളാണ് ഇനി അപ്ലോഡ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1500 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത ഫസ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.